ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് വളരെ നാളത്തെ ആഗ്രഹമാണ് പാലക്കാട് കൊല്ലങ്കോട് എന്ന് വരണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത്. ഇവിടുത്തെ ഭംഗി അടിപൊളിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറേ റീൽസിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനും 1-2 റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ വന്നു. പക്ഷേ ഒരു റീൽസിൽ ഒതുക്കാവുന്ന കാഴ്ചകളല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളുള്ളതൊരു ഫ്ലവർ ഷോ വേദിയിലാണ്. ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. കണ്ടോ, ഇനി പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളി പർവ്വതനിരകൾ കാണാൻ പറ്റും. ഇവിടെ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങളുടെ ബോർഡറായിട്ടുണ്ട് ഒരു ബ്രൗൺ നിറത്തിലുള്ള, അതും നെൽച്ചെടി എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ബോർഡർ പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നെല്ലെന്ന് എൻ്റെ കൊളീഗ് പറയുന്നു. സത്യമല്ലെങ്കിൽ ക്ഷമിച്ചേക്കുക അല്ലേ. അപ്പോൾ എന്തായാലും അധികം സംസാരിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് നടന്നിട്ട് മൊത്തം വിശേഷങ്ങളൊന്ന് കാണാം കേട്ടോ. ഈ മലകളുടെ മേളിൽ തുറന്ന വാട്ടർഫോൾസ് കണ്ടോ, സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ശരിക്കും എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സാധനമാണ്. ഇതിങ്ങനെ വന്നാൽ അവിടെയൊക്കെ ഉണ്ട്, കുറേ വാട്ടർഫോൾസ് ഉണ്ട്. ഇത് ഇങ്ങോട്ട് വന്നാൽ ഇത് ഇവിടെ കണ്ടാരണം. കണ്ടോ, ഇതിലൊക്കെ ഇങ്ങനെ കാലങ്ങളായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ഇതെവിടെ കണ്ടോ, അടിപൊളിയല്ലേ. എൻ്റെ കൊളീഗ് അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് കളിക്കാം കേട്ടോ. ഇത് കുറച്ച് ലേറ്റായിട്ട് വന്നാൽ അടിപൊളിയാന്ന് തോന്നുന്നു ഇവിടുത്തെ കാഴ്ചകൾ. കാരണം ഇപ്പോൾ കുറച്ച് സൺലൈറ്റിൻ്റെ പ്രശ്നമുണ്ടേ. ഒരു ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ നെൽപ്പാടം കേട്ടോ, ഒരു ബ്രൗൺ കളറിൽ എല്ലായിടത്തും ബോർഡറായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഞാനിപ്പോൾ ഇവിടെ കണ്ട ഒരാളോട് ഈ നെല്ലിനെ കുറിച്ച് ചോദിച്ചു കേട്ടോ. കൊളീഗ് പറഞ്ഞത് ശരിക്കും സത്യമാണ്. ഇത് നവര നെല്ല് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള നല്ല ചുവന്ന നിറത്തിലുള്ള അരിയാണ് ഇതിലുണ്ടാകുന്നത്. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിക്ക് ഒട്ടും ദോഷം വരാത്ത രീതിയിൽ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് കൃഷിയും ഒപ്പം സൗന്ദര്യവും സമന്വയിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ അല്പം നേരം നടന്ന് കണ്ടതിന് ശേഷം മറ്റൊന്നുകൂടെ സ്ഥലങ്ങൾ കൂടി പോകാനുണ്ട്. സോ നിങ്ങളൊരു പ്രകൃതി സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം അടുത്തറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണൂ കേട്ടോ. എന്തായാലും ഇവിടെ എത്ര കണ്ടാലും കുതിരാത്ത കാഴ്ചകളാട്ടോ. വ്യൂ പോയിന്റ് ഉണ്ട് മേളിൽ. പിന്നെ അവിടെ കയറിയിട്ടൊരു വ്യൂ എടുക്കാൻ നോക്കാം കേട്ടോ. ഇതാട്ടോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ടും കൊളീഗും ഒക്കെയാണ് എൻ്റെ ഗൈഡായിപ്പോൾ കേട്ടോ. പുള്ളിക്കാർക്ക് ഇവിടെയൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനിയും കുറേ അധികം സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട്
നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇത് നമ്മളിപ്പോൾ താമരപ്പാടത്തിൻ്റെ പൂന്തോട്ടവും പ്രകൃതി സൗന്ദര്യമൊക്കെ ശരിക്കും ആസ്വദിച്ച ശേഷം മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇത് നെല്ലിയാമ്പതി മലകളുടെയും നെൽപ്പാടങ്ങളുടെയും അതിമനോഹരമായൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നെല്ലിയാമ്പതി മലകളുടെയും നെൽപ്പാടങ്ങളുടെയും ഒക്കെ അതിമനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കണ്ടല്ലോ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രധാന ട്രക്കിംഗ് സ്പോട്ടുകളിലൊന്നായ സീതാർകുണ്ടിലെ വാട്ടർഫോൾ കാണാനാണ്. ഇവിടേക്കുള്ള വഴി തന്നെ അതിമനോഹരമാണ്. പോകുന്ന വഴിയിൽ പലയിടത്തും പേ ആൻഡ് പാർക്ക് സൗകര്യവും ചായക്കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഞങ്ങൾ വന്നത് 2 വീലറിലായതുകൊണ്ട് ഏതാണ്ട് അറ്റം വരെ തന്നെ എത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇത് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലാട്ടോ. ഇത് പുറകിലോട്ട് നോക്കിയാൽ വെള്ളച്ചാട്ടത്തിൽ ചെറിയൊരു വ്യൂ കാണാം. അതിൻ്റെ പുറകിലോട്ടാണ് ശരിക്കുള്ള വ്യൂ. ഇപ്പം മരങ്ങളൊക്കെ പടർന്നിട്ടേ ശരിക്കും കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഇവിടെയൊക്കെ കുളിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ വർക്കിനിടയിലാണ്ട് ഫോർമൽ ഡ്രസ്സിലാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ജസ്റ്റ് കണ്ടു വണങ്ങാമെന്ന് വെച്ചു. ഭംഗിയുള്ള കാഴ്ചയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് മടങ്ങാം കേട്ടോ. അവസാനമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലങ്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സ്പോട്ടിലേക്കാണ്. കൊല്ലങ്കോട് എത്തുന്ന എല്ലാവരും ഉറപ്പായും എത്തുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലവും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ. ഇത് അവസാനം നമ്മുടെ റീൽസുകളിലേക്ക് നിറസാന്നിധ്യമായ നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. ഇവിടുന്ന് ഒരു ചായ കുടിക്കാതെ കൊല്ലങ്കോട് ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളും ചായയും പരിപ്പുവടയും വാങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ വാഹനം കേട്ടോ, സ്നേഹയുടെ വണ്ടി. ഇതാണ് ഞങ്ങൾ ഇത്രയും കറങ്ങിയത്. എന്തായാലും വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു അതിമനോഹരമായ പാലക്കാടൻ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം പജീസ് ഇന്നോവേഷൻസ്.